ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഇൻവിറ്റേഷൻ കാർഡിൻ്റെ എഡിറ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഇൻവിറ്റേഷൻ കാർഡായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് സേവ് ദ ഡേറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യാണ്. അപ്പോൾ കുറേ ബാക്ക്ഗ്രൗണ്ട് ഡിസൈനുകൾ കാണാം. ഞാൻ ഡിസൈനൊന്നും ഇല്ലാതെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഗ്രീനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത് A5 ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ആ സൈസിലാണ് ചെയ്യുന്നത്. A4ൻ്റെ ഒരു പകുതി ആയിട്ടൊക്കെ മതിയല്ലോ. ഇനി അപ്ലോഡ്സിൽ പോയിട്ട് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാണ്. ഇനി ടെക്സ്റ്റിൽ പോയിട്ട് ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ നെയിം, അതുപോലെ തന്നെ ഡേറ്റ്, അതുപോലെ തന്നെ ഓഡിറ്റോറിയം നെയിമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് ഫോണ്ട് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ക്യാൻവ ആപ്പിൽ നമുക്ക് ഇഷ്ടം പോലെ ഒരുപാട് ഫോണ്ടുകൾ സെലക്ട് ചെയ്യാം കേട്ടോ. ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലൈൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എലമെൻറ്റ്സിൽ പോയിട്ട് ലൈൻ എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് ആഡ് ആക്കാം. അപ്പോൾ എഡിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സേവ് ആക്കുകയാണ്. സേവ് ചെയ്തതിന് ശേഷം ആ ടെസ്റ്റ് ടൂളിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സേവ് ദ ഡേറ്റ് വീഡിയോ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ പ്രിൻ്റ് എടുത്തിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് സേവ് ദ ഡേറ്റ് എന്ന് മെൻഷൻ ആക്കിയിട്ട് ഉള്ളൊരു പേജാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് വേറെ എടുക്കണില്ല. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ടെസ്റ്റിൽ പോയിട്ട് സേവ് ദ ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇഷ്ടപ്പെട്ട ഫോണ്ടും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ സിമ്പിളായതുകൊണ്ടാണ് ഒക്കെ ഡീറ്റെയിൽ ആയി പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടൊക്കെ മനസ്സിലാവും. ഇനി നേരത്തെ ചെയ്ത പോലെ റിപ്പീറ്റായി ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിം എഴുതിയിട്ടുള്ള ഒരു പേജാണ് വേണ്ടത്. അതിൻ്റെ കൂടെ ഡേറ്റും ഞാൻ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ട ഫോണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ഏതാ മാച്ച് തോന്നുന്നതെന്ന് വെച്ചെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി A3 ഡോക്യുമെൻറ്റിലേക്ക് സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹോം പേജിലോട്ട് പോയാൽ മതി. എന്നിട്ട് A3 ഡോക്യുമെൻറ്റ് സെർച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി അപ്ലോഡ്സിൽ പോയിട്ട് നമ്മളിത് എഡിറ്റ് ചെയ്തൊക്കെ വെച്ചതൊക്കെ അതിൽ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് കുറച്ച് കൂടുതൽ സൈസായി എടുക്കുന്നത്. അപ്പോൾ ഇത് A5 ആയിട്ടാണ് കൊടുക്കുന്നത്. A4ൻ്റെ പകുതിയായിട്ട് ചെയ്യണത്. പിന്നെ നെക്സ്റ്റ് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിം എഴുതിയത് നമ്മൾ ആ ഒരു പേജ് ഫുള്ളായിട്ട് വേണ്ട. അപ്പോൾ ക്രോപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി.
ബാലൻസ് ഉള്ള ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഫോട്ടോ ആഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ എഡിറ്റിംഗ് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് കൂടുതൽ കാണാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി.